സോ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള അൽഗോരിതം ഫോർ വൺ പാസ് അസംബ്ലർ ആണ്. പാർട്ട് ബിയിലൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ അൽഗോരിതം ഓഫ് വൺ പാസ് അസംബ്ലർ. സോ ഫസ്റ്റ് നമ്മൾ ബിഗിൻ ചെയ്തു. ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്തു. അപ്പോൾ ഇഫ് ഓപ്പ് കോഡ് ഈക്വൽ റീഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പ് കോഡ് എന്താണ് സ്റ്റാർട്ട് ആണെങ്കിൽ ചെക്ക് ഇഫ് ദ ഫസ്റ്റ് ലൈൻ കണ്ടെയ്ൻ സ്റ്റാർട്ട് ഡയറക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ പ്രോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു സ്റ്റോർ ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഫ്രം ദ ഓപ്പറാൻഡ് ഫീൽഡ്. അത് സേവ് ദ ഓപ്പറാൻഡ് ഫീൽഡ് ആസ് സ്റ്റാർട്ടിംഗ് അഡ്രസ്. ദെൻ എന്താ ചെയ്യേണ്ടത്? ഇനിഷ്യലൈസ് ചെയ്യേണ്ട ലൊക്കേഷൻ കൗണ്ടർ എന്തായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക? ആ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. സെറ്റ് ദ ലൊക്കേഷൻ കൗണ്ടർ ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യുക. അവിടെ റീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഡയറക്റ്റീവ് ഇവിടെ പ്രസൻറ്റ് അല്ലെന്ന് വിചാരിക്കാം. നോ സ്റ്റാർട്ട് ആണ്, അതങ്ങനെ ഒരു സ്റ്റാർട്ട് ഇല്ല. അങ്ങനെ ആ ഒരു നോ സ്റ്റാർട്ട് ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ എന്ത് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുക? ഇനിഷ്യലൈസ് ദ ലൊക്കേഷൻ കൗണ്ടർ ടു 0 ബൈ ഡീഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യുക? 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ വൈൽ ഓപ്പ് കോഡ് നോട്ട് ഈക്വൽ ടു എൻഡ്. ഓപ്പ് കോഡ് എന്തല്ല? എൻഡിന് ഈക്വൽ അല്ല. എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ എൻഡ് എന്ന് പറഞ്ഞ ഡയറക്റ്റീവിന് ഈക്വൽ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിപ്പീറ്റ്സ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. നമ്മൾ ഈ ഡു പറയുന്ന ഫോളോയിങ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യണം. while encountering the end directive വരുന്നത് until end directive വരെ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. സോ ഡു ബിഗിൻ ഇഫ് ദർ ഇസ് നോട്ട് എ കമൻഡ് ലൈൻ ദെൻ. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇഫ് എന്തെങ്കിലും ഒരു കമൻഡ് ലൈൻ ആണ് വരുന്നതിന് അതെന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. അതേപോലെ ഇഫ് ദർ ഇസ് എ സിമ്പിൾ ഇൻ ദ ലേബിൾ ഫീൽഡിൽ എന്തെങ്കിലും സിമ്പിൾ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇഫ് ദർ ഇസ് എ സിമ്പിൾ ഇൻ ദ ടേബിൾ ചെക്ക് ഇഫ് ദ കറണ്ട് ലൈൻ ഹാസ് എ ലേബിൾ. അതായത് ഇപ്പം അങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സിം ടാബിൽ പോകണം. സെർച്ച് ദ സിം ടാബ് ഫോർ ലേബിൾ. സെർച്ച് ദ സിമ്പിൾ ടേബിൾ ടു സീ ഇഫ് ദ ലേബിൾ ഓൾറെഡി എക്സിസ്റ്റ് ഉണ്ടോ എന്ന സിമ്പിൾ ടേബിളിൽ പോയി നോക്കുക. ഇഫ് ഫൗണ്ട് ദെൻ, അപ്പോൾ അവിടെ ഉണ്ട്, ലേബിളിൽ എന്തുണ്ട്? അങ്ങനെ ആ ഒരു ലേബിൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണം? ഇഫ് സിമ്പിൾ വാല്യൂ അസ് നൾ. ബിഗിൻ ചെയ്തിട്ട് എന്താ ചെയ്യണം? ഇഫ് സിമ്പിൾ വാല്യൂ അസ് നൾ. അതായത് ടെമ്പററി നമ്മൾ സെറ്റ് ചെയ്യാണ് സിമ്പിൾ വാല്യൂ ടു നൾ. ഫോർ എന്തിനാണ്? ഫോർവേഡ് റെഫറൻസിന് വേണ്ടി എന്ത് ചെയ്യാണ്? ടെമ്പററി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. സെറ്റ് സിമ്പിൾ വാല്യൂ ആസ് ലൊക്കേഷൻ കൗണ്ടർ ആൻഡ് സെർച്ച് ദ ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് ദ കറസ്പോണ്ടിങ് ഓപ്പറാൻഡ്. അതായത് നമ്മൾ ടെമ്പററി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിൾ അഡ്രസ്, സിം ടാബിലെ സിമ്പിൾ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യണം. വിത്ത് ദ കറണ്ട് ലൊക്കേഷൻ കൗണ്ടറായിട്ട് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അതുമാത്രമല്ല വി ലുക്ക് ഫോർ ദ ഓപ്പറാൻഡ് അഡ്രസ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് അസോസിയേറ്റ് വിത്ത് ദ സിമ്പിളുമായിട്ട് അസോസിയേറ്റ് ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറാൻഡ് അഡ്രസ്സ് ലുക്ക് ചെയ്യും. അതാണ് സെർച്ച് ദ ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് കറസ്പോണ്ടിങ് ഓപ്പറാൻഡ് അഡ്രസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുക? ജനറേറ്റ്, അതായത് നമ്മൾ അസൈൻ അഡ്രസ് ടു ഓപ്പറൻസ് ബേസ്ഡ് ഓൺ ദ സിമ്പിൾ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അസൈൻ ചെയ്യുകയാണ്. നെക്സ്റ്റ് നോക്കിക്കോ. സെറ്റ് ദ സിമ്പിൾ വാല്യൂ ആസ് ലൊക്കേഷൻ കൗണ്ടർ ഇൻ സിമ്പിൾ ടേബിൾ ആൻഡ് ഡിലീറ്റ്. അതായത് നമ്മൾ എന്താ? സ്റ്റോർ ദ ഫൈനൽ അഡ്രസ് സിമ്പിൾ. അതായത് നമ്മുടെ സിമ്പിളിൻ്റെ ഫൈനൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്ലീൻ അപ്പ് ദ ഫോർവേഡ് റെഫറൻസ് റെക്കോർഡ്സ് എന്ത് ചെയ്യും? ക്ലീൻ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻഡ് ചെയ്തു. ഇൽസ് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയോ. ഇഫ് ദ സിമ്പിൾ ഈസ് നോട്ട്, ഇപ്പോൾ നമ്മുടെ സിമ്പിൾ ഇല്ലെങ്കിൽ, അതാണ് ഇൽസ് വരുന്നതാണ്. ഇപ്പോൾ ആ ഒരു സിം ടേബിൾ ഇല്ലെങ്കിൽ ആഡ് ഇറ്റ് വിത്ത് ദ കറണ്ട് ലൊക്കേഷൻ കൗണ്ടർ. കറണ്ട് വാല്യൂ ഓഫ് ദ ലൊക്കേഷൻ കൗണ്ടർ ആയിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻസേർട്ട് ലേബിൾ കോമ ലൊക്കേഷൻ കൗണ്ടർ ഇൻ ടു സിം ടാബ്. നെക്സ്റ്റ് എന്താ? സെർച്ച് ഓപ്പ് ടാബ് ഫോർ ഓപ്പ് കോഡ്. ലുക്ക് അപ്പ് ദ ഓപ്പ് കോഡ് ഇൻ ദ ഓപ്പറേഷൻ ടേബിൾ. ഓപ്പറേഷൻ ടേബിൾ എന്ത് നോക്കിയാണ്? ഓപ്പ് ടാബിൽ ഓപ്പ് കോഡ് ഉണ്ടോ നോക്കിയാണ്. ഇപ്പം അങ്ങനെ ഓപ്പ് കോഡ് കണ്ടാൽ ഇഫ് ഫൗണ്ട് ദെൻ ബിഗിൻ ചെയ്യണം. എന്താ ബിഗിൻ ചെയ്യേണ്ടത്? സെർച്ച് ദ സിം ടാബ് ഫോർ ഓപ്പറാൻഡ് അഡ്രസ്. ഓപ്പറാൻഡ് അഡ്രസ്സിന് വേണ്ടി എന്ത് ചെയ്യുക? സിം ടാബ് സെർച്ച് ചെയ്യുക. ഇഫ് ഫൗണ്ട് ദെൻ, ഫൗണ്ട് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ഇഫ് ദ സിമ്പിൾ വാല്യൂ നോട്ട് ഈക്വൽ ടു നൾ, അതായത് ഇഫ് ദ ഓപ്പറാൻഡ് സിമ്പിൾ ഓൾറെഡി ഹാസ് എൻ അഡ്രസ് ആണെങ്കിൽ യൂസ് ഇറ്റ്. അതെന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ദെൻ സ്റ്റോർ ദ സിമ്പിൾ വാല്യൂ ആസ് ഓപ്പറാൻഡ് അഡ്രസ്. അതായത് അസൈൻ ദ സിമ്പിൾ അഡ്രസ് ഉണ്ടല്ലോ, അതെന്ത് ഓപ്പറാൻഡുമായിട്ട് എന്ത് ചെയ്യുക? അസൈൻ ചെയ്യുക. അതാണ് ഇഫ് ദ സിമ്പിൾ വാല്യൂ നോട്ട് ഈക്വൽ ടു നൾ ദെൻ സ്റ്റോർ ദ സിമ്പിൾ വാല്യൂ ആസ്. സിമ്പിൾ വാല്യൂ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? ഓപ്പറാൻഡ് അഡ്രസ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഇൽസ് എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് വിത്ത് എ നോട്ട് വിത്ത് അഡ്രസ്സസ് ലൊക്കേഷൻ കൗണ്ടർ. അതായത് ഇഫ് ദ സിമ്പിൾസ് അഡ്രസ് ഈസ് നോട്ട് നോൺ അറ്റ്, സിമ്പിളിൻ്റെ അഡ്രസ്സ് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആഡഡ് ടു ദ ഫോർവേഡ് റെഫറൻസ് ലിസ്റ്റ്. അതാണ് ലിങ്കഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇൻസേർട്ട് എന്ത് ചെയ്യണം? ലിങ്കഡ് ലിസ്റ്റിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അഡ്രസ് വിത്ത് അഡ്രസ് ലൊക്കേഷൻ കൗണ്ടറായിട്ട് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നോക്കിക്കോ. ഇൻസേർട്ട് സിമ്പിൾ നെയിം കോമ എൽസ് എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് സിമ്പിൾ നെയിം കോമ. അതായത് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ എന്ത് ചെയ്യുക?
3 എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ആഡ് 3 ടു ലൊക്കേഷൻ കൗണ്ടർ. എന്തിനാണ്? ടു ഇൻക്രിമെന്റ് ദ ലൊക്കേഷൻ കൗണ്ടർ ഫോർ ഇൻസ്ട്രക്ഷൻസ് ഒക്കുപൈങ് 3 bytes ഉള്ള ഇൻസ്ട്രക്ഷൻസിന് ഇൻക്രിമെന്റ് കൊടുക്കാനാണ്. ഓക്കെ. ഇൽസ് ഇഫ് എന്താണ്, ഓപ്പ് കോഡ് ഈക്വൽ ടു വേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആഡ് 3 ടു ലൊക്കേഷൻ കൗണ്ടർ ആൻഡ് കൺവേർട്ട് ദ കമാൻഡ് ടു ഒബ്ജക്റ്റ് കോഡ്. 3 ലൊക്കേഷൻ കൗണ്ടറിലോട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഇഫ് ഓപ്പ് കോഡ് ഈക്വൽ ടു റിസർവ് വേർഡ് RESW ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ റിസർവ് ദ മൾട്ടിപ്പിൾ വേർഡ്സ്. അതായത് ഈച്ച് വേർഡ് 3 byte ഇല്ല. അപ്പോൾ ലൊക്കേഷൻ കൗണ്ടർ അതിനനുസരിച്ച് എന്താ അഡ്ജസ്റ്റ് ആവും. അതായത് നമ്മളിവിടെ ആഡ് 3 ഓഫ് ദ ഹാഷ് ഓപ്പറാൻഡ് ടു ലൊക്കേഷൻ കൗണ്ടർ. ഓക്കെ. ഇൽസ് ഇഫ് ഓപ്പ് കോഡ് ഈക്വൽ ടു റിസർവ് ബൈറ്റ് ആണെങ്കിലോ അവിടെ നമ്മൾ 3 ആഡ് ചെയ്യത്തില്ല, പകരം എന്താ റിസർവ് ബൈറ്റ് ആണെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ ബൈ ദ സ്പെസിഫൈഡ് നമ്പറുമായിട്ട് എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ആവും. അതായത് ആഡ് പ്ലസ് ദ ഓപ്പറാൻഡ് ടു ദ ലൊക്കേഷൻ കൗണ്ടർ. ഇൽസ് ഇഫ് ഓപ്പ് കോഡ് ഈക്വൽ ടു ബൈറ്റ് ആണെങ്കിലോ, ബൈറ്റ് ആണെങ്കിൽ ദെൻ ബിഗിൻ, നമ്മൾ ഫസ്റ്റ് എന്താ ബൈറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യും, ലെങ്ത് ഓഫ് ദ കോൺസ്റ്റന്റ് ഇൻ ബൈറ്റ്സ് ഫൈൻഡ് ചെയ്തിട്ട് ആഡ് ദ ലെങ്ത് ടു ആ ലെങ്ത് എന്ത് ചെയ്യും, ലൊക്കേഷൻ കൗണ്ടറായിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് കൺവേർട്ട് ദ കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അതുവരെ എൻഡ് ചെയ്യും. ഇനി നെക്സ്റ്റ്, ഇഫ് ഒബ്ജക്റ്റ് കോഡ് വിൽ നോട്ട് ഫിറ്റ് ഇൻ ടു ദ കറണ്ട് ടെക്സ്റ്റ് കോഡ് റെക്കോർഡ്. ഇപ്പോൾ ഒബ്ജക്റ്റ് കോഡ് ആ കറണ്ട് ടെക്സ്റ്റ് റെക്കോർഡുമായിട്ട് ഫിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് റൈറ്റ് ദ ടെക്സ്റ്റ് റെക്കോർഡ് ടു ഒബ്ജക്റ്റ് പ്രോഗ്രാം. എന്താ ചെയ്യേണ്ടത്, ഫൈനലൈസ് ദ കറണ്ട് ടെക്സ്റ്റ് റെക്കോർഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ടു ഒബ്ജക്റ്റ് ഫയലോട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് റെക്കോർഡ് എഴുതുക. ആൻഡ് ഇനിഷ്യലൈസ് ദ ന്യൂ ടെക്സ്റ്റ് റെക്കോർഡ്, സ്റ്റാർട്ട് എ ഫ്രഷ് ടെക്സ്റ്റ് റെക്കോർഡ് ഫോർ എ നെക്സ്റ്റ് ബാച്ച് ഓഫ് കോഡ്. പുതിയ ബാച്ച് ഓഫ് ഒബ്ജക്റ്റ് കോഡിന് വേണ്ടി എന്ത് ചെയ്യുക, പുതിയൊരു ന്യൂ ടെക്സ്റ്റ് റെക്കോർഡ് ഇനിഷ്യലൈസ് ചെയ്യുക. എൻഡ് ചെയ്തു. നെക്സ്റ്റ് എന്താ, ആഡ് ഒബ്ജക്റ്റ് കോഡ് ടു ടെക്സ്റ്റ് റെക്കോർഡിലോട്ട് എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് കോഡ് ആഡ് ചെയ്തു. പിന്നെ എൻഡ് ചെയ്ത് റൈറ്റ് ലിസ്റ്റിംഗ് ഫയൽ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ലിസ്റ്റിംഗ് ഫയൽ, അതായത് റൈറ്റ് എ ലൈൻ ഇൻ ദ ലിസ്റ്റിംഗ് ഫയൽ കണ്ടെയ്നിങ് സോഴ്സ് കോഡും അതേപോലെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡും ഉള്ള ഒരു ലിസ്റ്റിംഗ് ഫയൽ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക ലൈൻ ബൈ ലൈൻ. റീഡ് ദ നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യുക. സോഴ്സ് പ്രോഗ്രാമിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് എൻഡ് റൈറ്റ് ദ ലാസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് ടു ഒബ്ജക്റ്റ് പ്രോഗ്രാം. അവസാനം എന്താ ചെയ്യണം, ലാസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിലോട്ട് എഴുതി. റൈറ്റ് ദ എൻഡ് റെക്കോർഡ് ടു ഒബ്ജക്റ്റ് പ്രോഗ്രാം. ഒബ്ജക്റ്റ് പ്രോഗ്രാമിലോട്ട് എൻഡ് റെക്കോർഡും എഴുതി. റൈറ്റ് ദ ലാസ്റ്റ് ലിസ്റ്റിംഗ് ലൈനും കൂടി എഴുതിയ പാസ് 1 കംപ്ലീറ്റ് ആണ്. ഓക്കെ. എൻഡ് പാസ് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്സ് ദ 1 പാസ് അസംബ്ലർ എക്സിക്യൂഷൻ. ഓക്കെ. അപ്പോൾ അൽഗോരിതം സിമ്പിൾ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച അൽഗോരിതം പോലെ തന്നെയാണ്. പാസ് 1 പഠിച്ചില്ലേ, അതേപോലെ സ്ലൈറ്റ്ലി ചേഞ്ചസ് ഉണ്ടെന്നേ ഉള്ളൂ, ഏകദേശം എല്ലാം ഓക്കെ ആണ്. ഓക്കെ.